ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ പലയിടത്തും കേൾക്കാറും കാണാറും ഒക്കെ ഉള്ള ഒരു വാക്കാണ് തലവിധിയാണ്, തലയിലെഴുത്താണ്, അവൻ്റെ വിധിയാണ് അല്ലെങ്കിൽ അവളുടെ വിധിയാണ് എന്നുള്ളതെല്ലാം. അധികവും നമ്മളത് കേൾക്കാറുള്ളത് ഒരു താണ സാഹചര്യത്തിലൂടെ, ഒരു ദുർബലമായ സാഹചര്യത്തിലൂടെ, ഒരു രോഗാവസ്ഥയിലൂടെ, ഒരു കടബാധ്യതയിലൂടെ, അല്ലെങ്കിൽ നിരാശാജനകമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അധികം ആളുകളും പറഞ്ഞു കേൾക്കാറുള്ളത്. അതിനെ ആസ്പദമാക്കി പലരും ജാതകങ്ങൾ എഴുതാറുണ്ട്. ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത് ചിലതെല്ലാം കൃത്യമായിട്ട് നടക്കാറുണ്ട്. അപ്പോൾ അത് ദൈവികമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷയ്ക്ക് നടന്ന സമയത്ത് ഒരു വെളിച്ചപ്പാടത്തെ സ്ത്രീ പൗലോസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുകയുണ്ടായി. ഇത് രക്ഷയുടെ സന്ദേശം അറിയിക്കുന്ന ആണെന്ന് ഈ സ്ത്രീ വിളിച്ചു പറഞ്ഞു. ആ വെളിച്ചപ്പാടത്തി സ്ത്രീക്ക് എവിടെ നിന്നാണ് അത് കിട്ടിയത്? ആ സ്ത്രീയിൽ വസിച്ചിരുന്ന അശുദ്ധാത്മാവ് മുഖാന്തരമാണ് അത് അങ്ങനെ പറയുവാൻ സാധിച്ചത്. പിശാചുക്കൾക്കും അങ്ങനെ ചിലതെല്ലാം പറയുവാനും പ്രചരിപ്പിക്കാനും ഒക്കെ കഴിയും. അതുപോലെ തന്നെ പിശാച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് തലയിലെഴുത്ത് എന്നുള്ളത്. തിരുവെഴുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ തലയിലൊന്നും നമ്മുടെ വിധിയെക്കുറിച്ച് എഴുതി വെച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു വിധിയുമില്ല. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ശുഭഭാവി ഉണ്ടാകണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വളരെ മോശകരമായ ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും കാര്യമായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്കൊരു ശുഭഭാവി ഉണ്ടാകണം. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയണം, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. തിരുവെഴുത്ത് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഏറ്റവും മെച്ചമായ പ്ലാനുകളാണ് ഉള്ളത്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിൽ നാം ഒറ്റപ്പെട്ടു പോകുമ്പോഴും തള്ളപ്പെട്ടു പോകുമ്പോഴും നമ്മുടെ സ്വന്തം ഭവനത്തിൽ തന്നെ നാം ഒന്നുമല്ലാതായി തീരുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നാം ഭവനത്തിന് വേണ്ടി നിന്നു, അല്ലെങ്കിൽ ഭവനത്തിന് വേണ്ടി അധ്വാനിച്ചു, അതൊന്നും ഒരു വിലയില്ലാതായി പോകുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ നാം ഒഴികെ ബാക്കി എല്ലാവർക്കും അവിടെ മൂല്യങ്ങളുണ്ട്, വാല്യൂ ഉണ്ട്, എന്നാൽ നമുക്കൊരു മൂല്യമില്ല, ഒരു വാല്യൂ ഇല്ല. ഒരു തഴയപ്പെട്ടവനെ പോലെ നമ്മുടെ ഭവനത്തിൽ നമ്മൾ ആയിരുന്നിരിക്കാം. നമ്മൾ നിൽക്കുന്ന സമൂഹത്തിലും നമ്മൾ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ആളുകൾ പറയും, അത് അവൻ്റെ തലയിലെടുത്ത്, അവനെ ആരും പരിഗണിക്കുന്നില്ല, അവനെ ആരും വിലമതിക്കുന്നില്ല, അവളെ ആരും വിലമതിക്കുന്നില്ല, അവൾക്കൊരു വിലയുമില്ല എന്നെല്ലാം അനേകരെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ ഒരു മനുഷ്യനെ കുറിച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, അവൻ്റെ വീട്ടിലുള്ള എല്ലാവരും വളരെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസമുള്ളവരും മെച്ചപ്പെട്ട ജോലിയിലുള്ളവരും മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്നവരുമായിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവൻ മാത്രം അങ്ങനെ ആയിപ്പോയി, അവൾ മാത്രം അങ്ങനെ ആയിപ്പോയി എന്ന് നമ്മൾ അനേകയിടത്തും പറഞ്ഞു കേൾക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഇശായി എന്ന് പറയുന്ന മനുഷ്യന് 8 മക്കളുണ്ടായിരുന്നു. 7 മക്കളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. തിരുവെഴുത്തുകളിൽ വേറെ ഭാഗത്തും പറയുന്നുണ്ട്. 2 സഹോദരിമാർ, 2 പെൺമക്കളും ഇശായിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇശായിയുടെ ഏറ്റവും ഇളയ മകനായിരുന്നു ദാവീദ്. ഇശായിയുടെ ബാക്കിയുള്ള മക്കളിൽ പലരും അവരെ ഉദ്യോഗമുള്ളവരും പട്ടാളത്തിലുള്ളവരും, അന്ന് രാജാവിൻ്റെ പട്ടാളത്തിലൊക്കെ സേവനമനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മെച്ചപ്പെട്ട പദവിയാണ്. അപ്പോൾ അങ്ങനെ രാജഭരണത്തിൽ സ്വാധീനമുള്ള, രാജാവിൻ്റെ അടുക്കൽ സ്വാധീനമുള്ള, പട്ടാളത്തിൽ ഒക്കെ ചേർന്നിരിക്കുന്ന ആളുകളിൽപ്പെട്ട ആളുകളാണ് ഇശായിയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ. എന്നാൽ ഇശായിയുടെ മക്കൾ ഏറ്റവും ഇളയവനായിരുന്ന ദാവീദ് എന്ന് പറയുന്നവൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക സംഭവങ്ങളോ പ്രത്യേക സദ്യകളോ പ്രത്യേക യാഗങ്ങളോ ഉത്സവങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നാലും, തൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളും തൻ്റെ സഹോദരങ്ങളും എല്ലാം പങ്കെടുത്താലും തന്നെ അവിടെ ക്ഷണിക്കാറില്ല. ദാവീദിന്റെ ജോലി എന്ന് പറയുന്നത് ആടിനെ മേയ്ക്കുക എന്നുള്ള ജോലിയാണ്. അപ്പൻ ആടിനെ മേയ്ക്കുവാനായിട്ട് അവനെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഒരു അവഗണിക്കപ്പെട്ട സഹോദരൻ. അവൻ കാട്ടിൽ ആടിനെ മേച്ച് നടക്കുമ്പോൾ വല്ലപ്പോഴും ഇടയ്ക്ക് അവൻ ബേത്ലഹേമിൽ വന്നു പോകും. അപ്പൻ്റെ വീട്ടിൽ വന്നു പോകുന്ന ഒരു സ്വഭാവം അവനുണ്ട്. ആ സമയത്ത് ആടുകളെ തൻ്റെ ബാക്കിയുള്ള കൂട്ടുകാരെ ഏൽപ്പിച്ചിട്ട് അവൻ വന്നു പോകും. അങ്ങനെ വന്നു പോകുമ്പോൾ അവൻ്റെ സ്വന്തക്കാരോ ബന്ധുക്കളോ യാദൃശ്യമായിട്ട് അവനെ കണ്ടാൽ പറയും, നീ ഇങ്ങനെ ആയിപ്പോയില്ലേ, നിന്റെ ജ്യേഷ്ഠന്മാരൊക്കെ നല്ല നിലയിലായി, അവരൊക്കെ നല്ല പദവിയിലായി, നിന്റെ വിധി ഇങ്ങനെ ആയിപ്പോയില്ലേ, നിന്റെ തലയിലെഴുത്ത് ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാകാം. കാട്ടിൽ പാട്ടും പാടി ആടിനെ മേച്ചുകൊണ്ട് കാട്ടിൽ കുതിച്ചും തുള്ളിയും ചാടി നടക്കുന്ന ആ ചെറുപ്പക്കാരനെ കണ്ട അവൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും, അവൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ നല്ല നിലയിലാണ് ജീവിക്കുന്നത്, അവരൊക്കെ വളരെ ഉന്നത പദവിയിലായിരിക്കുന്നത്, അവരൊക്കെ രാജകൊട്ടാരത്തിൽ സേവ ചെയ്യുന്ന ആളുകളാണ്, ഇവൻ മാത്രം കാട്ടിൽ വന്ന് ആടിനെ തീറ്റുകയാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാകും.
അവൻ സിംഹത്തെ കൊന്നു, കരടിയെ കൊന്നു. അതൊന്നും വലിയ വിലയുള്ള കാര്യമായിട്ട് ആരും പരിഗണിച്ചില്ല. അത് കാട്ടിൽ അങ്ങനെ പലതും നടക്കും. കാട്ടിലുള്ള അവൻ്റെ സുഹൃത്തുക്കൾ ഒരുപക്ഷെ അത് അറിഞ്ഞിട്ടുണ്ടാകാം. കാട്ടിലുള്ള അവൻ്റെ കൂട്ടിടയന്മാര് അറിഞ്ഞിട്ടുണ്ടാകാം. അവർ പറഞ്ഞു, എടാ, പക്ഷെ നീ ഇതൊക്കെ ചെയ്താലും നാട്ടിൽ നിനക്കൊരു വിലയില്ല, സമൂഹത്തിൽ നിനക്കൊരു വിലയുമില്ല. നീ സിംഹത്തെ കൊന്നാലും നീ കരടിയെ കൊന്നാലും അതൊന്നും ആരും അറിയാനായിട്ട് പോകുന്നില്ല, അതൊന്നും ആരും വില കൽപ്പിക്കാനായിട്ട് പോകുന്നില്ല. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ഏറ്റവും ശുഭകരമായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, ഏറ്റവും മെച്ചമായത് നമുക്ക് തരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ദാവീദിനോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് ദാവീദ് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാവീദ് പറയും, സങ്കീർത്തനം 20-ാം അധ്യായത്തിന്റെ 7. ദാവീദ് ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിൽ 20-ാം സങ്കീർത്തനത്തിൽ 20-ാമത്തെ അവന്റെ പാട്ടിൽ അവൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. കാട്ടിൽ ആടിനെ തീറ്റി നടക്കുമ്പോൾ അവനൊരു നല്ല ഹൃദയമുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, വക്രതയുള്ളവനോട് ദൈവം വക്രത കാണിക്കുന്നു, നിഷ്കളങ്കനോട് ദൈവം നിഷ്കളങ്കത കാണിക്കുന്നു, ദുഷ്ടത ചെയ്യുന്നവനോട് ദൈവം ദുഷ്ടത ചെയ്യുന്നു. എന്നാൽ നിഷ്കളങ്കനോട് ദൈവം നിഷ്കളങ്കനാണെന്ന് ദാവീദിന് അറിയാമായിരുന്നു. ദാവീദ് പറയാ, ചിലരെല്ലാം രഥങ്ങളിൽ ആശ്രയിക്കുന്നു, ചിലർ കുതിരകളിൽ ആശ്രയിക്കുന്നു, അതൊന്നും എനിക്ക് കുഴപ്പമില്ലെന്നേ, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് ദാവീദ് എപ്പോഴും പറയുമായിരുന്നു. മറ്റൊരു സന്ദർഭത്തിൽ ദാവീദിന്റെ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ്, നീ ഇങ്ങനെ കാടും കയറി മലയും കയറി നടന്നോ എന്ന് പറയുമ്പോൾ ദാവീദ് പറയും, അവൻ എൻ്റെ കാലുകളെ മാൻപേടക്കാലിന് തുല്യമാക്കി. സങ്കീർത്തനം 18-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവൻ്റെ കാലുകളെ മാൻപേടക്കാലിന് തുല്യം. എന്തിനാണ് മാൻപേടയ്ക്ക് ഇത്ര വലിയ കാല് കൊടുത്തിരിക്കുന്നത്? ഒരു സിംഹമോ ഒരു വന്യമൃഗമോ ഒരു മാനിനെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ അതിൻ്റെ കാലുകൊണ്ട് അത് കുതിച്ചുയർന്ന് ചാടി ഓടുവാൻ തക്കവണ്ണം അതിന് ഭയങ്കര ശക്തി അതിൻ്റെ കാലുകൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. എൻ്റെ കാലിന് ദൈവം മാൻപേട കാല്, അവൻ ഓടി നടന്ന് മരത്തിൽ കയറുകയും അവൻ പർവ്വതങ്ങളുടെ മുകളിൽ കയറുകയും മലയുടെ മുകളിൽ എല്ലാം കയറുകയും എല്ലാം ചെയ്യും. അവൻ എപ്പോഴും പാട്ട് പാടിക്കൊണ്ട് നടന്നു. അതുപോലെ തന്നെ 18-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ അവൻ പറയുകയാണ്, സങ്കീർത്തനം, അവൻ എൻ്റെ കൈകളെ യുദ്ധാഭ്യാസം വരുത്തുന്നു. ഒരു കവണയും ഒരു കല്ലുമായിട്ട് അവൻ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അവൻ ആ കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരു ദിവസം അവന് ഒരു ശുഭഭാവി വന്നു. അവിടെ ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകനോട് ദൈവം പറഞ്ഞു, ഇശ്ശായിയുടെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു, നീ പോണം, നീ അവിടെ പോയി, ഞാൻ ശൗലിനെ നീക്കിയിരിക്കുകയാണ്, നീ അവിടെ പോയി ഒരു യാഗം ഒരുക്കണം, ഞാൻ ഇശ്ശായിയുടെ മക്കളിൽ ഒരുവനെ രാജാവായിട്ട് കണ്ടിരിക്കുന്നു. ഉടനെ ശമൂവേൽ പ്രവാചകൻ അവിടെ ചെന്നു, ഇശ്ശായിയുടെ ഭവനത്തിലേക്ക് ചെന്നു. അവിടെ ആ പട്ടണത്തിലേക്ക് ചെന്നപ്പോൾ പട്ടണത്തിലുള്ള മൂപ്പന്മാരൊക്കെ ആകെ ഭയന്ന് വിറച്ചു. ഒരു പ്രവാചകൻ വന്നിരിക്കുകയാണ്, എന്ത് പ്രവചനമാണോ പറയാനുള്ളത്? ശുഭകരമായ വല്ല കാര്യമാണോ അത് ദോഷകരമായ വല്ല കാര്യമാണോ പറയുവാനായിട്ട് പോകുന്നത്? അവർ വിറച്ചും കൊണ്ട് പ്രവാചകന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, പേടിക്കണ്ട, ഒരു യാഗം ഒരുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇശ്ശായിയോട് പറഞ്ഞു, നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ശുദ്ധീകരിച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇശ്ശായി തൻ്റെ 7 മക്കളെ അവിടെ കൂട്ടിക്കൊണ്ടുവന്നു. തനിക്ക് ഒരു മകനുള്ളത് കാട്ടിലാണ്, അവനെ വില മതിക്കുന്നില്ല. അവനെ പെട്ടെന്ന് വേണമെങ്കിൽ വിളിച്ചുകൊണ്ട് വരാനുള്ള സാഹചര്യമൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ആ യാഗത്തിലൊന്നും അവനെ പങ്കെടുപ്പിക്കുന്നില്ല, കാരണം അവൻ അങ്ങനെ ഒരു വില അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇശ്ശായി ബാക്കിയുള്ള 7 മക്കളെയും വിളിച്ചു കൊണ്ടുവന്നു. അവരെ ഓരോരുത്തരെയും ശമൂവേലിന് മുൻപാകെ നിർത്തി. അപ്പോൾ ശമൂവേൽ അവൻ്റെ പൊക്കവും ഉയരവും സൗന്ദര്യവും അവൻ്റെ വിദ്യാഭ്യാസവും എല്ലാം കണ്ടിട്ട്, ഇവനായിരിക്കും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ അവനെ തിരഞ്ഞെടുത്തില്ല. മനുഷ്യൻ പുറമേ ഉള്ളതാണ് നോക്കുന്നത്, ഞാൻ അകത്തേക്കാണ് നോക്കുന്നത്. ഒരു മനുഷ്യന്റെ ഹൃദയാന്തര ഭാഗത്തേക്കാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഞാനിവനെ തിരഞ്ഞെടുത്തില്ല. രണ്ടാമത്തെ കൊണ്ടുവന്നു, അവനും തിരഞ്ഞെടുത്തില്ല. മൂന്നാമത്തവൻ, നാലാമത്തവൻ, അഞ്ചാമത്തവൻ, ആറാമത്തവൻ, 7-ാമത്തവനെയും കൊണ്ടുവന്നപ്പോൾ ഇശ്ശായിയോട് ദൈവം പറഞ്ഞു, ഇവരെ ഒന്നും ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ ശമൂവേലിന് ആകെ ആശ്ചര്യമായി, നിന്റെ മക്കളിൽ എല്ലാവരും ആയോ? ഇനി ഒരുവനുണ്ട്, അവൻ കാട്ടിൽ ആടിനെ മേയ്ക്കാൻ പോയിരിക്കുക. ശരി, അവനെ വേഗം കൂട്ടി വരുത്തണം, എനിക്ക് അവൻ വരാതെ ശ്രദ്ധിക്കിരിക്കാൻ കഴിയില്ല. അങ്ങനെ ദാവീദിനെ കാട്ടിൽ നിന്ന് കൊണ്ടുവരിക. ആടിനെ മേച്ച് വേർത്ത് കുളിച്ച് ഓടി വരുന്ന ദാവീദിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശമൂവേലിനോട് ദൈവം പറഞ്ഞു, നീ എഴുന്നേറ്റ് തൈലപാത്രം എടുത്ത് അവനെ അഭിഷേകം ചെയ്യാനായിട്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ വിധി ആണ്, നിന്റെ തലയിൽ എഴുത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ നിന്നെ തന്നെ നിരാശയിലേക്ക് കൊണ്ടുപോകില്ലേ? നിനക്ക് ദൈവം ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. നീ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യം ദൈവം അറിയുന്നുണ്ട്. അതിൽ നിന്ന് ദൈവം നിന്നെ മുകളിലേക്ക് കൊണ്ടുവരും. നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. കേവലം ആടിനെ തീറ്റി വനത്തിലൂടെ നടന്ന ഒരു ആട്ടിടയനെ പിടിച്ചുകൊണ്ടുവന്ന് ഇസ്രായേലിന്റെ രാജാവാക്കിയിട്ട് ദൈവം അഭിഷേകം ചെയ്തു. നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമാണ്. അവൻ ദരിദ്രരെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ്. സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളയുന്ന ദൈവമാണ്. അതുകൊണ്ട് നീ നിരാശപ്പെടേണ്ട സഹോദര, നീ നിരാശപ്പെടേണ്ട സഹോദരി. നിന്റെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ആരും നിന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ആരും നിന്നെ ഗണിക്കുന്നില്ല, ആരും നിന്നോടൊരു ഐക്യം പുലർത്തുന്നില്ല. എല്ലാവരാലും നീ ഒറ്റപ്പെട്ടവനായിട്ട്, തള്ളപ്പെട്ടവനായിട്ട്, നിരാശപ്പെട്ടവനായിട്ട് നിൽക്കുകയാണെങ്കിലും നീ നിരാശപ്പെടണ്ട. നിനക്ക് വേണ്ടി ദൈവം മഹത്തരമായ പദ്ധതികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ദൈവത്തെ ആശ്രയിക്കുമോ? നീ കുതിരകളിലും രഥങ്ങളിലും ഒന്നും ആശ്രയിക്കണ്ട. നീ പട്ടാളത്തിലോ ഭരണകൂടങ്ങളിലോ സമൂഹ സാഹചര്യങ്ങളിലോ ഒന്നും നീ ആശ്രയിക്കണ്ട. നീ ദൈവത്തിൽ ആശ്രയിക്കുമോ?
തീർച്ചയായിട്ടും ദൈവം നിന്നെ ഉയർത്തി മാനിക്കുന്ന ദൈവമാണ്. എന്നീ വചനങ്ങൾ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. നാം നിരാശപ്പെടേണ്ട. നമ്മുടെ സാഹചര്യം എന്തുമാകട്ടെ, അതൊരു രോഗമാകട്ടെ, ഒരു ബലഹീനതയാകട്ടെ, ഒരു ഒറ്റപ്പെടലാകട്ടെ, ഒരു തള്ളിക്കളയിലാകട്ടെ, എന്തു തന്നെയാണെങ്കിലും നിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്നവനായതുകൊണ്ട് അവന്റെ ബലമുള്ള കൈക്കീഴെ നമുക്ക് താണിരിക്കാം. കർത്താവ് എന്നീ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് അങ്ങയുടെ വചനം കേൾപ്പിക്കുവാൻ കൃപ തന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് വചനം കേട്ട മക്കളെയൊക്കെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെയൊക്കെ അനുഗ്രഹിക്കുന്നു കർത്താവേ. വിശേഷ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ അവരോടൊക്കെ കരുണ കാണിക്കണം. അവരുടെ ആവശ്യങ്ങളുടെ മേൽ കരുണ കാണിക്കണം. അവരുടെ ഒറ്റപ്പെടലുകളിൽ നീ അവരോട് കൂടെ ഇരിക്കണം. ദൈവകൃപ കൊണ്ട് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ നിരാശ മാറിപ്പോട്ടെ, അവരുടെ തടസ്സങ്ങൾ മാറിപ്പോട്ടെ, അവരുടെ മുമ്പിലുള്ള കർത്താവ് എല്ലാ പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ കർത്താവേ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.